ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ SLCയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് കിടക്കുന്ന കുറച്ച് ഇക്വേഷൻസും അതേപോലെ ആദ്യ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഈ ഒരു സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ എന്താണ് സമാന്തര ശ്രേണി എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അതേപോലെ സമാന്തര ശ്രേണി അറിഞ്ഞിരിക്കണം, ഡി, എഫ്, അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, അറിഞ്ഞിരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ 2, 3 എന്ത് എഴുതിയിട്ടുണ്ട്, നമ്പേഴ്സ് എഴുതുന്നുണ്ട്. ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് നിങ്ങൾ വായിച്ചേ. എത്രയൊക്കെയാണ്? 2, 4, 6, 8 എന്ന് പറയുന്ന നമ്പേഴ്സാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ നമ്പർ അവിടെ കിടന്നോട്ടെ. നന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് നമ്പർ ഒന്ന് വായിച്ച് നോക്കിക്കേ. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട് അല്ലേ. അങ്ങനെ 4 നമ്പേഴ്സാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 എന്ന് പറയുന്നത് x1 ആണ് കേട്ടോ. 2 എന്ന് പറയുന്നത് എന്താണ്? x1 ആണ്. ഇനി 4 എന്ന് പറയുന്നത് എന്താണ്? x2 ആണ് കേട്ടോ. 4 എന്ന് പറയുന്നത് എന്താണ്? x2 ആണ് കേട്ടോ. ഇനി 6 എന്ന് പറയുന്നത് എന്താണ്? x3 ആണ്. 8 എന്ന് പറയുന്നത് എന്താണ്? x4 ആണ് കേട്ടോ. 8 എന്ന് പറയുന്നത് എന്താണ്? x4 ആണ്. ഇനി നമ്മൾ x1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കേട്ടോ. ഈ x1നെ നമ്മൾ മറ്റൊരു ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ലെറ്റർ ഏതാണ്? എഫ് ആണ് കേട്ടോ. ഏതാണ് ലെറ്റർ? ഏതാണ്? എഫ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചും അതിനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഡി ആണ് കേട്ടോ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഏതാണ്? ഡി. ഡി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് കേട്ടോ. എന്ത് ഡിഫറൻസ് ആണ്? കോമൺ ഡിഫറൻസ്. അല്ലെങ്കിൽ എന്ത് പറയാം, മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയും കേട്ടോ. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ത് പറയും? പൊതുവ്യത്യാസം എന്നും നമ്മൾ സാധാരണയായിട്ട് ഡി എന്ന് പറയുന്ന ലെറ്ററിനെ നമ്മൾ പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുന്നത്. അടുത്ത് നമ്മൾ എന്താ പഠിക്കേണ്ടത്? എങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ x2ൽ നിന്ന് ശ്രദ്ധിക്കണേ. x2ൽ നിന്ന് x1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഡി എന്ന് പറയുന്ന ആളെ കിട്ടും കേട്ടോ. ഡി എന്ന് വെച്ചാൽ ആരാണ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആരാണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ് അല്ലേ. അപ്പോൾ x2 എത്രയാണെന്ന് നോക്കിക്കേടാ. x2 എത്രയാണ്? 4 ആണ് കേട്ടോ. x2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. പിന്നെ അവിടെ കിടക്കുന്ന സൈൻ ഏതാണ്? മൈനസ്. x1 എത്രയാണെന്ന് നോക്കിക്കേ. 2 ആണ് കേട്ടോ. അപ്പോൾ 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 2 എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ. എടാ നോക്കിക്കേ, ഇവിടെ ഈ 4ൽ നിന്ന് 2 കുറച്ചാൽ അല്ലെങ്കിൽ x2ൽ നിന്ന് x1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 6ൽ നിന്ന് 4 കുറച്ചാൽ വീണ്ടും എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 8ൽ നിന്ന് 6 കുറച്ചാൽ വീണ്ടും എത്ര കിട്ടുന്നത്? 2 ആണല്ലേ. അപ്പം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എല്ലായിടത്തും ഇവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം തുല്യമായ ശ്രേണികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എന്താണ്? സമാന്തര ശ്രേണി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. തുല്യമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുകയുള്ളൂ? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് വിളിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇടണം കേട്ടോ. ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണി തരാം. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഇടണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 5, 8, 11, 12. ഓക്കെ, 5 ഉണ്ട്, 8 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. ഇതൊരു സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ഞാനൊരു ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. ഇക്വേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇക്വേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. xn ഇക്വേഷൻ എന്താണ്? തുടങ്ങുന്നത് എന്താണ്? xn. xn is equal to
ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ് കേട്ടോ. ഡി എൻ പ്ലസ് എന്താണ്? എഫ് മൈനസ് ഡി ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ബീജഗണിത രൂപം കാണാൻ അല്ലെങ്കിൽ ഓൾജിബ്ര ഫോമിലേക്ക് നമ്മൾ ഒരു ശ്രേണിയെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രാമത്തെ പദം, ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഇപ്പോൾ 2, 4, 6, 8 എന്ന് പറയുന്ന ഒരു ശ്രേണി തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് നമ്മളോട് പറയാണ് ഇതിൻ്റെ 20ാമത്തെ പദം കണ്ടുപിടിക്കുക. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? 20ാമത്തെ പദം അല്ലെങ്കിൽ 20ാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത് xn = dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഡി എന്താടാ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. എഫ് എന്ന് വെച്ചാൽ ആരായിരുന്നു? ഫസ്റ്റ് ടേം ആണ് കേട്ടോ. എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ഇതിൻ്റെ എത്രാമത്തെ ടേം എന്ന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് മനസ്സിലാവും കേട്ടോ. ഈ ഇക്വേഷൻ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ആദ്യ പദം 3 ഒരു സമാന്തര ശ്രേണി എഴുതുക. എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ആദ്യ പദം എത്രയാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? നോക്കിയാൽ റൈറ്റ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 3 ആവണം. ഒന്നാമത്തെ ടേം എത്രയായാൽ മതി? 3 ആയാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. 3, 5, 7 അല്ലേ, ഒരു ശ്രേണിയല്ലേ? 3, 5, 7 ഒരു ശ്രേണി ആയില്ലേ. ഇനി നമ്മളോട് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ 10ാമത്തെ പദം എത്ര? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ എത്രാമത്തെ പദം കാണാനാണ്? 10ാമത്തെ പദം. നമ്മുടെ സീക്വൻസ് ഒന്ന് പറഞ്ഞു നോക്കിക്കുക. ഏതായിരുന്നു? 3, 5, 7 ആയിരുന്നു അല്ലേ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സൈഡിലൊരു ചെറിയ വര വരയ്ക്കുക. ഓക്കെ, സൈഡിൽ എന്ത് ചെയ്യുക? നമ്മുടെ പേപ്പറിൻ്റെ സൈഡിലൊരു ചെറിയ വര വരയ്ക്കുക. എടാ നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ ഡി ആണ്. ഡി എത്രയാണെന്ന് നോക്കിക്കേ. ഡി എത്രയാണ്? ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ മതി അല്ലേ. 5-ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡി എത്രയാണ് കിട്ടുന്നത്? 2 എന്ന് കിട്ടും അല്ലേ. ഡി എത്രയാണ്? 2. നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണേ. എഫ് എത്രയാണെന്ന് പറഞ്ഞു നോക്കിക്കേ. എഫ് എത്രയാണ്? 3 ആണ് അല്ലേ. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ശരിയാണോടാ? ശരിയാ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഏതായിരുന്നു ഇക്വേഷൻ? ഞാൻ പറഞ്ഞു 10ാമത്തേക്ക് പദം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ 10ാമത്തെ ടേം ഒക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഏത് ഇക്വേഷനായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? xn = dn പ്ലസ് എഫ് മൈനസ് ഡി. ശരിയാണോ? ഇക്വേഷൻ റെഡിയാണോ? റെഡിയാണ് അല്ലേ. ഇനി നമുക്ക് എത്രാമത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്? 10ാമത്തെ ടേം ആണ് അല്ലേ. അപ്പോൾ ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കണം? 10 അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 10. ഇനി ഡി എത്രയാണെന്ന് നോക്കിക്കേടാ. ഡി 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് വീണ്ടും എത്ര കൊടുക്കണം? ഇവിടെ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 10 കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു 10 പ്ലസ് എഫ് ഇൻറ്റു ഡി എത്ര? എഫ് മൈനസ് ഡി ആണ് അല്ലേ. അപ്പം പ്ലസ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 കൊടുക്കുക, പിന്നെ മൈനസ് കൊടുക്കുക. ഡി എന്ന് പറയുന്നത് എത്രയാടാ? 2 ആണ് അല്ലേ. അപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സെറ്റാണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ. എങ്ങനെ വരും? 2 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് അല്ലേ. 2 ഇൻറ്റു 10 20. ഓക്കെ, പിന്നെന്താണ്? പ്ലസ് 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് കേട്ടോ. അപ്പോൾ എത്ര വരും? 21 എന്ന് വരും അല്ലേ. എത്ര വരുന്നത്? 21. ആൻസർ എത്ര വരും? 21 എന്ന് വരും അല്ലേ. ഓക്കെ, ആൻസർ 21 കേട്ടോ. റെഡിയാണോ? നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം. ജസ്റ്റ് ഒന്ന് നോക്കുക, എഴുതിയെടുക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ്. 4, 7, 10 എത്രയാണ് കൊടുത്തേക്കുന്നത്? 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ പദത്തോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 20ാമത്തെ പദം ലഭിക്കും? ഹൗ മെനി ടൈംസ് ദ കോമൺ ഡിഫറൻസ് ഈസ് ടു ബി ആഡഡ് ടു ദ ഫസ്റ്റ് ടേം ടു ഗെറ്റ്
20th ടേം. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റിന് എന്താ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കൊരു ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. സീക്വൻസ് ഏതാ നോക്കിക്കേ. ഏതാണ്? 4, 7, 10 എന്ന് പറയുന്നതാണ് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ഒരു ശ്രേണി എന്ന് പറയുന്നത് അല്ലേ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ആദ്യത്തെ പദം. ഇവിടെ ആദ്യത്തെ പദം ആരാടാ? x1 എന്ന് പറയുന്നത് ആരാണ്? 4 ആണ് അല്ലേ. x1 എന്ന് പറയുന്നത് ആരാണ്? 4 ആണ്. അപ്പം ആദ്യത്തെ പദത്തിനോട് അല്ലെങ്കിൽ ഒന്നാമത്തെ പദത്തിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഏത് കിട്ടും? 20ാമത്തെ ടേം കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ശ്രദ്ധിച്ചോടെ. നമുക്ക് 20ാമത്തെ ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ആദ്യത്തെ പദത്തിനോട് എത്രയാണ്? ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനോട് 20ാമത്തെ പദമാണ് കണ്ടുപിടിക്കണമെങ്കിൽ 19 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി? 19 പ്രാവശ്യം. ഓക്കെ, ഇനി അതേപോലെ ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. ഇനി 10ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര പ്രാവശ്യം കൂട്ടണം? ഒന്നാമത്തെ ടേമിനോട് അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനോട് ഈ 10ന്റെ തൊട്ട് മുന്നിലുള്ള സംഖ്യ ഏതാ നോക്കുക. തൊട്ട് മുന്നിലുള്ള സംഖ്യ ഏതാണ്? 9 പ്രാവശ്യം എന്ത് കൂട്ടിയാൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതെന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നൂറ്റിമൂന്ന് ഈ ശ്രേണിയിലെ ഒരു പദമാണോ? എന്തുകൊണ്ട്? അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പം നമുക്ക് ശ്രേണി തന്നിട്ടുണ്ട്. ശ്രേണി എത്രയാണ് തന്നേക്കുന്നത്? ശ്രേണി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 4, 7, 10 എന്നിങ്ങനെ ഒരു ശ്രേണിയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു ശ്രേണി ഇങ്ങനെ തുടർന്ന് പോകുമല്ലോ. 4, 7, 10 പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഈ ശ്രേണിയിൽ 103 എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കിയാലോ? സിമ്പിളാണ് കേട്ടോ. ആദ്യം നമ്മുടെ ശ്രേണി ഒന്ന് എടുത്തെഴുതുന്നുണ്ടേ. 4, 7 എത്രയാണ്? 10 ആണ് കേട്ടോ. 4, 7 എത്രയാണ്? 10 ആണ്. അവിടെ ഇങ്ങനെ ശ്രേണി അല്ലെങ്കിൽ ഇങ്ങനൊരു നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ ഒരു ശ്രേണിയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ശ്രദ്ധിച്ചോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നമ്മൾ ഡി കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡി കണ്ടുപിടിക്കുമ്പോൾ ഡി എത്രയാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഡി എത്രയാണ്? 7ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 4 അല്ലേ. അപ്പോൾ എത്ര വരുന്നത്? ഡി 3 എന്ന് കിട്ടും അല്ലേ. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 എന്ന് കിട്ടും. ശരിയാണോ? 7നോട് 4നോട് 3 കൂട്ടിയാൽ മതി അല്ലേ. 5, 6, 7. അപ്പോൾ എത്രയാണ്? ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി ഞാൻ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. 4നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 3 കൊണ്ട് ഇവിടെ ചെയ്യും. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 4ൽ 3 ഒരു പ്രാവശ്യം. 4ൽ 3 ഒരു പ്രാവശ്യം. ഇവിടെ 3 വരും. പിന്നെ ഇവിടെ സിസ്റ്റം എത്ര വരും? 1 വരും അല്ലേ. സിസ്റ്റം എത്ര വരും? 1 വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ശ്രദ്ധിച്ചോണേ. 7നെ ഞാൻ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 7നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 3. 7ൽ 3 എത്ര പ്രാവശ്യമാടാ? 2 പ്രാവശ്യം. 2 × 3 6. സിസ്റ്റം വീണ്ടും എത്രയാണ്? 1 എന്ന് വരും. ശരിയല്ലേ. ഓക്കെ, ഇനി 10നെ ചെയ്ത് നോക്കിയാലോ. 10 ഹരിക്കണം എത്രയാണ്? 3. 10ൽ 3 എത്ര പ്രാവശ്യം? 10ൽ 3 എത്ര പ്രാവശ്യമാണ്? പറഞ്ഞേ. 10ൽ 3 പ്രാവശ്യം അല്ലേ. 3 പ്രാവശ്യം. ഇവിടെ എത്ര വരും? 9 എന്ന് വരും. ഇവിടെ 9. സിസ്റ്റം എത്രയാണ്? 1 എന്ന് വരും. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേടാ. നമ്മുടെ ഈ ഒരു ശ്രേണിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സിനെയും 3 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ സിസ്റ്റം എത്രയാണ് വരുന്നത്? 1 വീതമാണ് വരുന്നത് അല്ലേ. സിസ്റ്റം എത്ര വീതമാണ് വരുന്നത്? 1 വീതമാണ് വരുന്നത്. അങ്ങനെ 1 വീതം സിസ്റ്റം വരികയാണെങ്കിൽ ഈ 103 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഒരു സംഖ്യയാണ്. ഇനി 1 സിസ്റ്റം വന്നില്ലെങ്കിൽ 103 ഈ ശ്രേണിയിലെ സംഖ്യയാണോ? ഈ ഒരു ശ്രേണിയിലെ സംഖ്യ അല്ല എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണേ, നമുക്കൊന്ന് നോക്കാം. ഈ ശ്രേണിയിലെ സംഖ്യയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. എന്ന് ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയാണോ ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ്? ഏതാണ്? 103 ആണ് അല്ലേ. അപ്പം 103 ഡിവൈഡഡ് ബൈ 3 അല്ലേ. 103 ഡിവൈഡഡ് ബൈ എത്രയാണ്? 3. അപ്പോൾ ശ്രദ്ധിച്ചേ, 10ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3. 10ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ 9 എന്ന് കിട്ടും. 10 - 9 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1ൽ 3 പോവില്ല. അപ്പോൾ 13 താഴോട്ട് ഇറക്കി എഴുതി. 13ൽ 3 പ്രാവശ്യം പോവും. 3 12 അല്ലേ. അപ്പം 4 പ്രാവശ്യം പോവും. 12 എന്ന് കിട്ടി. സിസ്റ്റം എത്രയാണ്? 1.
അപ്പോൾ ശ്രദ്ധിച്ചേടാ, സിസ്റ്റം എത്രയാണ് വന്നത്? 1 വന്നത് അല്ലേ? അപ്പോൾ 103 ഈ ശ്രേണിയിലെ ഒരു പദമാണോ? അതെ. അപ്പോൾ നോക്കിക്കേ, 4നെ നമ്മുടെ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ സിസ്റ്റം അല്ലെങ്കിൽ റിമൈൻഡർ 1 വന്നു. 7നെ നമ്മുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ വീണ്ടും അല്ലെങ്കിൽ സിസ്റ്റം 1 വന്നു. 10നെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ വീണ്ടും എത്ര വന്നു? 1 വന്നു അല്ലേ? അതേപോലെ തന്നെ 103നെയും നമ്മുടെ ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയ ഡി കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ എത്രയാണ് വന്നത്? 1 വന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ശ്രേണിയിലെ പദമാണോ 103? അല്ലെങ്കിൽ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിലെ ടേം ആണോ? ആണല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ ഈ 103നെ കോമൺ ഡിഫറൻസ് ആയ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ 103 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഒരു പദമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത 2 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.